السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم اغفر لنا ذنبنا كله دقه وجله وأوله وآخره وعلانيته وسره. أما بعد، സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അസ്മായിൽ, അവൻ്റെ പേരുകളിൽ അൽ കബീർ, അൽ അദീം എന്നീ രണ്ട് പേരുകളെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ذلك بأن الله هو الحق. അല്ലാഹു അവനാണ് അൽ ഹഖ്, ഏറ്റവും യാഥാർത്ഥ്യമായുള്ളവൻ. وأن ما يدعون من دونه الباطل. അവനു പുറമെ അവർ വിളിച്ചു തേടുന്നവർ അതെല്ലാം ബാത്തിലായ, അർത്ഥശൂന്യമായ കാര്യങ്ങളാണ്. അവക്കൊന്നും ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല. وأن الله هو العلي الكبير. അല്ലാഹു അവനാണ് അലിയും കബീറുമായവൻ. സൂറത്തു അൽ ബഖറയിലെ ആയത്തുൽ കുർസി അവസാനിക്കുന്നത് വഹുവൽ അലിയുൽ അദീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം. സൂറത്തുൽ വാഖിഅയിൽ അവസാനത്തെ ആയത്ത് അങ്ങനെയാണ്. നീ അദീമായ നിന്റെ റബ്ബിൻ്റെ പേര് തസ്ബീഹ് ചെയ്യുക, അവൻ്റെ പരിശുദ്ധിയെ നീ പ്രകീർത്തിക്കുക. അൽ അദീം, അൽ കബീർ എന്നീ രണ്ട് പേരുകൾ ഇങ്ങനെ ഖുർആനിൽ വന്നിട്ടുണ്ട്. എന്താണ് അൽ കബീർ എന്ന് പറഞ്ഞാൽ? എന്താണ് അൽ അദീം എന്ന് പറഞ്ഞാൽ? ഈ രണ്ട് പേരുകളും അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും സൂചിപ്പിക്കുന്ന പേരുകളാണ്. അദീം എന്ന അള്ളാഹുവിൻ്റെ പേരിൽ അളമത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണുള്ളത്. അളമത്ത് എന്നാൽ മഹത്വം. കബീർ എന്ന അള്ളാഹുവിൻ്റെ പേരിൽ അവൻ്റെ കിബറാണുള്ളത്, അവൻ്റെ വലിപ്പവും. അൽ കിബ്രിയ, അവൻ്റെ പെരുമയും അവൻ്റെ വലിപ്പവുമാണ് ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നു. അള്ളാഹു പറഞ്ഞു, അൽ കിബ്രിയാഉ റിദാഇ വൽ അദമതു ഇസാരി ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ ഖദഫ്തുഹു ഫിന്നാർ. അൽ കിബ്രിയാഉ റിദാഇ. അൽ കിബ്രിയ വലിപ്പം, പെരുമ എന്നത് റിദാഇ, അതെൻ്റെ റിദാ ആണ്. വൽ അദമതു ഇസാരി. അളമത്ത്, മഹത്വം എന്നത് ഇസാരി, അതെൻ്റെ ഇസാറാണ്. എന്താണ് റിദാഉം ഇസാറും എന്നാൽ? റിദാ എന്നാൽ അതിൻ്റെ ഭാഷയിലെ അർത്ഥം മേൽവസ്ത്രം എന്നാണ്, തട്ടമെന്നാണ്. ഇസാർ എന്നാൽ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഉടുമുണ്ട് എന്നാണ്. ഇസാർ എന്നാൽ ഉടുമുണ്ട് എന്നും റിദാ എന്നാൽ മേൽ തട്ടമെന്നുമാണ് ഭാഷയിൽ അതിൻ്റെ അർത്ഥം. അള്ളാഹു പറയുന്നു, അൽ കിബ്രിയാഉ റിദാഇ. കിബ്രിയ, വലിപ്പം എന്നത് എൻ്റെ റിദാ ആണ്. വൽ അദമതു ഇസാരി, മഹത്വം എന്നത് എൻ്റെ ഇസാറാണ്. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അഥവാ മഹത്വവും അളമത്ത്, കിബ്രിയ, വലിപ്പവും അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതയാണ്. അത് അള്ളാഹുവിൻ്റെ മാത്രം സവിശേഷതയാണ്. അതാണ് ഈ ഹദീസിൻ്റെ ബാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫമൻ നാസഅനി വാഹിദൻ മിൻഹുമാ. അതിലേതെങ്കിലും ഒന്നിനോട് ആരെങ്കിലും എന്നോട് മത്സരിക്കാൻ വന്നാൽ, അള്ളാഹു പറയുകയാണ്, അതിലേതെങ്കിലും ഒന്നിനോട് ആരെങ്കിലും എന്നോട് അതിലേതെങ്കിലും ഒന്നിൽ മത്സരിച്ചാൽ, അഥവാ മഹത്വവും പെരുമയും എനിക്ക് മാത്രമുള്ളതാണ്, മഹത്വവും വലിപ്പവും എനിക്ക് മാത്രമുള്ളതാണ്, അത് ആരെങ്കിലും നടിച്ചാൽ, ഒരുവൻ ഞാൻ മഹാനാണെന്ന് നടിക്കുകയാണ്, അല്ലെങ്കിൽ ഒരുവൻ പെരുമ നടിക്കുക, അതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്, കിബർ.
വലിപ്പം എന്നാണ് അതിൻ്റെ അർത്ഥം. കിബിരിയ പെരുമയും അഹങ്കാരവും എന്നതിനർത്ഥമുണ്ട്. അത് സൃഷ്ടികൾക്കൊരിക്കലും യോജിക്കുകയില്ല. അത് ആരെങ്കിലും ഇതിലേതെങ്കിലും ഒന്ന് അവകാശപ്പെട്ടാൽ, അതിൽ എന്നോട് മത്സരിച്ചാൽ ഖദഫ്തുഹു ഫിന്നാർ, ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അതാണ് ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അൽ കിബ്രിയാഉ റിദാഇ വൽ അളമതു ഇസാരി, പെരുമ വലിപ്പം എന്നത് എൻ്റെ റിദാഅാണ്, വൽ അളമതു ഇസാരി, മഹത്വം എന്നത് എൻ്റെ ഇസാറാണ്. അഥവാ അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് ഈ രണ്ട് കാര്യങ്ങൾ. ഫമൻ നസഅനി വാഹിദൻ മിൻഹുമ, അതിൽ ഏതെങ്കിലും ഒന്നിൽ ആരെങ്കിലും എന്നോട് മത്സരിക്കാൻ വന്നാൽ ഖദഫ്തുഹു ഫിന്നാർ, ഞാൻ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ മഹത്വവും അവൻ്റെ വലിപ്പവും അറിയിക്കുന്നതാണ് ഈ രണ്ട് പേരുകൾ, അലീം അതുപോലെ അൽ കബീർ എന്ന അള്ളാഹുവിൻ്റെ പേരുകൾ. എന്താണ് സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ വലിപ്പവും അവൻ്റെ മഹത്വവും എന്ന് പറഞ്ഞാൽ? അതിന് പ്രധാനപ്പെട്ട രണ്ട് വശങ്ങളുണ്ട്, രണ്ട് ഇനങ്ങളുണ്ട്. ഒന്ന് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അത് മുഴുവൻ മഹത്വത്തിൻ്റെ വലിപ്പത്തിൻ്റെ വിശേഷണങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഏത് വിശേഷണങ്ങൾ എടുത്തു നോക്കിയാലും അതിലെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വം കാണാം, അള്ളാഹുവിൻ്റെ വലിപ്പം കാണാം. അവൻ്റെ ഖുവ്വത്ത്, അവൻ്റെ ശക്തി, അതേറ്റവും മഹത്വമുള്ളതാണ്. അതിനോളം മഹത്വമുള്ള വലിപ്പമുള്ള ശക്തി മറ്റാർക്കുമില്ല. അവൻ്റെ ഇസ്സത്ത്, അവൻ്റെ പ്രതാപം, അത് ഏറ്റവും മഹത്വമുള്ളതാണ്. അവൻ്റെ ഖുദ്റത്ത്, അവൻ്റെ കഴിവ്, അതേറ്റവും മഹത്വപൂർണ്ണമാണ്. അവൻ്റെ വിശാലമായ അറിവ്, അവൻ്റെ മജ്ദ്, അവൻ്റെ ഔന്നത്യം, ഇതിലെല്ലാം അള്ളാഹു ഏറ്റവും മഹത്വവും വലിപ്പവും ഉള്ളവനാണ്. അതോടൊപ്പം അള്ളാഹു ആണ് ഏറ്റവും വലിയവൻ. അവനെ പോലെ വലിയ മറ്റാരുമില്ല. അവൻ്റെ മഹത്വം, അവൻ്റെ വലിപ്പം, അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ അസറിലൂടെ. എന്ന് പറഞ്ഞാൽ എത്രത്തോളമുണ്ട് എന്ന് നോക്കൂ നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുക, അള്ളാഹുവിൻ്റെ കയ്യിൽ 7 ആകാശങ്ങളും 7 ഭൂമികളും നിങ്ങളിൽ ഒരാളുടെ കയ്യിൽ തരിമണികൾ അല്ലെങ്കിൽ അതിനേക്കാൾ നിസാരമായത് വെച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ മാത്രമാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പോലെ അള്ളാഹുവിന് നൽകേണ്ട മഹത്വം അവർ നൽകിയിട്ടില്ല. വൽ അർദു ജമീഅൻ ഖബദതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അന്ത്യനാളിൽ അവൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതാണ്. വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി, ആകാശങ്ങൾ അവനവൻ്റെ വലതുകൈയിൽ ചുരുട്ടി പിടിക്കുന്നതാണ്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ ഉന്നതനാണ്, അവൻ എത്രയോ പരിശുദ്ധനാണ്. ഈ മഹത്വം അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകളാണ് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ, അവൻ്റെ വിശേഷണങ്ങളെ അംഗീകരിക്കാത്തവർ. അവർ പറയുന്നു, അള്ളാഹു ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് രാത്രിയുടെ അവസാനത്തിൽ ഇറങ്ങി വരുമെന്ന ഹദീസ് കേട്ടാൽ, ധാരാളക്കണക്കിന് സഹാബിമാർ ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണത്. യൻസിലു റബ്ബുന തബാറക വതആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ ഫയഖൂലു മൻ യദ്ഊനി ഫഅസ്തജീബ ലഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു വമൻ യസ്അലുനി ഫഉഅതിയഹു. രാത്രിയുടെ 1/3 ബാക്കിയുള്ളപ്പോൾ അള്ളാഹു തബാറക വതആല ഭൂമിയോടടുത്ത ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നത്. എന്നിട്ട് അവൻ ചോദിക്കും, ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഞാൻ അവന് ഉത്തരം നൽകാം. ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? ഞാൻ അവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാൻ അവന് നൽകാം. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ സഹാബികൾക്ക് അതിൽ യാതൊരു സംശയവുമില്ല. അവരൊരിക്കലും അള്ളാഹുവിൻ്റെ ഇറക്കമെന്ന് പറഞ്ഞാൽ അതോടെ ഏതെങ്കിലും സൃഷ്ടി അവൻ്റെ മുകളിലാകുമെന്ന് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ അതിനർത്ഥമില്ല. അവൻ എപ്പോഴും മുകളിലാണ്. ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടി അവൻ്റെ മുകളിൽ വരിക എന്നതുണ്ടാവുകയില്ല. അല്ലെങ്കിൽ സൃഷ്ടികൾക്കിടയിലായി പോവുക അവൻ എന്നതുണ്ടാവുകയില്ല. മറിച്ച് ഇതൊന്നുമില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നുസൂലിൽ അവൻ ഇറങ്ങുമെന്നതിൽ മുഅ്മിനിന് വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല.
എന്നാൽ അള്ളാഹുവിനെ അവന് നൽകേണ്ട മഹത്വം നൽകാത്തവർ, അവൻ്റെ മഹത്വത്തിൽ യഥാവിധി വിശ്വസിക്കാത്തവനാണ് ചോദിക്കുക, എന്ത് അങ്ങനെ എങ്ങനെ ശരിയാകും? അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ അവൻ്റെ മുകളിലാകും. അതുപോലെ അള്ളാഹു ഇറങ്ങുമ്പോൾ ഒരു സ്ഥലത്ത് രാത്രിയാണെങ്കിൽ വേറൊരു സ്ഥലത്ത് പകലായിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള കുഫറിൻ്റെ ചോദ്യങ്ങൾ ഒരിക്കലും ഒരു മുഅ്മിൻ ചോദിക്കുകയില്ല. കാരണം മുഅ്മിൻ അള്ളാഹുവിൻ്റെ അളമത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സൃഷ്ടികളുടെ ഇറക്കം പോലെയാണെന്ന് ഒരിക്കലും ഒരു മുഅ്മിൻ അവൻ കരുതുകയില്ല. കാരണം സൃഷ്ടികളുടെ എല്ലാവരുടെയും ഇറക്കം ഒരുപോലെയാണോ? അല്ല. ഈ മസ്ജിദിൽ നിന്ന് ഒരു മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് പോലെയല്ല ഈ മസ്ജിദിൽ ഒരു പൂച്ച കയറിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങി പോവുക. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മഴ താഴേക്ക് വർഷിക്കുന്നത് പോലെയല്ല ഒരു പക്ഷി താഴേക്ക് ഇറങ്ങുക. പടപ്പുകളുടെ നുസൂൽ നോക്കി, ഇറക്കം നോക്കൂ, അത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നുസൂൽ എങ്ങനെയെന്ന് നിനക്കറിയില്ല. കാരണം അള്ളാഹു എങ്ങനെയെന്ന് നിനക്കറിയില്ല. നീ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അള്ളാഹുവിനെ പോലെയുള്ള ഒരുവനെയും നീ കണ്ടിട്ടില്ല. ആ വിശ്വാസമുള്ള മുഅ്മിൻ അവൻ അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ യാതൊരു പ്രയാസവുമില്ല, അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ചതുപോലെ. അള്ളാഹുവിൻ്റെ കൈ എന്ന് ഖുർആനിൽ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട്. അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാത്തവർ അവർ പറയും, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കൈ എന്ന് പറയുക? അവൻ സൃഷ്ടികളെ പോലെയല്ലേ? എന്നാൽ ഒരു മുഅ്മിൻ അള്ളാഹുവിൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അള്ളാഹു സൃഷ്ടികളെ പോലെ ആയിപ്പോയി അത് പറഞ്ഞതോടെ എന്നൊരു മുഅ്മിൻ ഒരിക്കലും തോന്നുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന് തോന്നിയിട്ടില്ല. ഖുർആനിലും സുന്നത്തിലും അള്ളാഹുവിൻ്റെ ഏത് വിശേഷണം വന്നിട്ടുണ്ടോ അത് അള്ളാഹുവിന് യോജിച്ച രൂപത്തിലാണ്. അതൊരിക്കലും സൃഷ്ടികളുടേതുപോലെയല്ല, ഒരു പടപ്പിൻ്റെതും പോലെയല്ല. അതെങ്ങനെയെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. നോക്കൂ നിങ്ങൾ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, വൽ മലായികതു ബാസിതു ഐദീഹിം, മലക്കുകൾ അവരുടെ കൈകൾ നീട്ടുന്നു ആളുകളെ മരിപ്പിക്കുമ്പോൾ. ആരാണ് ചോദിക്കുക, എങ്ങനെയാണ് മലക്കുകൾക്ക് കൈ ഉണ്ടാവുക? അപ്പൊ മനുഷ്യനെ പോലെ ആയിപ്പോയില്ലേ മലക്ക് എന്ന്? ഇല്ല, കൈകളുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നു. മലക്കുകൾക്ക് കൈകളുണ്ട്, പക്ഷെ അതുകൊണ്ടത് മനുഷ്യന്റെ കൈകൾ പോലെ ആകണോ? അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. അള്ളാഹുവിൻ്റെ കൈ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കൽ ഒരു മുഅ്മിനിന് നിർബന്ധമാണ്. ഹദീസിൽ വന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കൽ മുഅ്മിന് നിർബന്ധമാണ്, വന്നിട്ടുണ്ട്. അതൊരു സൃഷ്ടിയുടേതും പോലെയല്ല. കൈ എന്ന് പറഞ്ഞതോടെ അതൊരിക്കലും സൃഷ്ടിയോട് റബ്ബിനെ സാദൃശ്യപ്പെടുത്തലല്ല. നീ കണ്ടിട്ടുണ്ടോ ഭൂമിയെ ചുരുട്ടി പിടിക്കാൻ പോകുന്ന ഒരു കൈ? ഭൂമി കൈ മുഴുവൻ ആ കയ്യിൽ ഒതുങ്ങുമെന്ന് ഖുർആനിൽ അള്ളാഹു പറയുന്നു. അങ്ങനെ ഒരു കൈ നീ എവിടെ കണ്ടിട്ടുണ്ട്? ഏത് സൃഷ്ടിക്കാണ് അങ്ങനെ ഒരു കൈയുള്ളത്? ആകാശങ്ങളെ മുഴുവൻ അള്ളാഹു അവൻ്റെ വലത് കൈയിൽ ചുരുട്ടി പിടിക്കുമെന്ന് ഖുർആനിൽ അതാ സിജിലിൽ കുതുബ്, പുസ്തകങ്ങളുടെ കടലാസുകൾ ചുരുട്ടുന്നത് പോലെ എന്നതാ ഖുർആനിൽ. നീ ഏത് കൈയാണ് അതുപോലെ ഒരു കൈ കണ്ടിട്ടുള്ളത്? ഇല്ല. അപ്പൊ സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സൃഷ്ടികളുടെ ഇതുപോലെയല്ല. മുഅ്മിനുകൾ അള്ളാഹുവിന് നൽകേണ്ട ആളമത്ത്, മഹത്വം അത് മനസ്സിലാക്കുന്നവരാണ്, അവൻ്റെ വലിപ്പത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെല്ലാം ഇങ്ങനെയാണ് അവർ മനസ്സിലാക്കുക. എന്നാൽ മുശ്രിക്കുകൾ അങ്ങനെയല്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് റുകൂഇലും സുജൂദിലും പറയാറുണ്ടായിരുന്ന ഒരു ദിക്ർ ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു റുകൂഇലും സുജൂദിലും, സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. നോക്കൂ നിങ്ങൾ, എത്ര മഹത്തരമായ വാക്കുകളാണത്. സുബ്ഹാന ദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയാഇ വൽ അളമ. സുബ്ഹാൻ, അവൻ എത്ര പരിശുദ്ധനാണ്. ആരാണവൻ? ദിൽ ജബറൂത്ത്, എല്ലാവിധ അധികാരങ്ങളും ഉള്ളവനാണവൻ. വൽ മലകൂത്ത്, എല്ലാ ആധിപത്യവും അവൻ്റെതാണ്. വൽ കിബ്രിയ, എല്ലാ മഹത്വങ്ങളും എല്ലാ വലിപ്പവും ഉള്ളവനാണവൻ. വൽ അളമ, ഏറ്റവും മഹത്വമുള്ളവനാണവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അള്ളാഹുവിൻ്റെ മുന്നിൽ റുകൂഇലായിക്കൊണ്ട്, ഒരു മുഅ്മിൻ റബ്ബിൻ്റെ മുന്നിലല്ലാതെ അങ്ങനെ നിൽക്കുകയില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥയെക്കുറിച്ച്. തലകുനിച്ച് ഒരു സൃഷ്ടിയുടെ മുന്നിലാണ് ഒരു സൃഷ്ടി ആ രൂപത്തിൽ നിന്നിങ്ങനെ പറയുന്നത് എങ്കിൽ അതിനേക്കാൾ വലിയ താഴ്മ പറ്റതുണ്ട്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യൻ്റെ മുന്നിൽ കൈകൾ അവൻ്റെ കാൽമുട്ടുകളിൽ പിടിച്ച് തലകുനിച്ച് നടുവളയാതെ അത് വളഞ്ഞു പോകാതെ
അത് ഒരേ ദിശയിലായിക്കൊണ്ട്, അത് കുനിച്ചുകൊണ്ട് റുകൂഇന്റെ രൂപത്തിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ നിന്ന് നീ എത്ര പരിശുദ്ധനാണ്, നിന്റെ അധികാരം എത്ര വലുതാണ്, നിന്റെ വലിപ്പം എത്ര വലുതാണ്, നിന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതിനേക്കാൾ വലിയ താഴ്മ മറ്റെന്തുണ്ട്? ഇത് സുബ്ഹാനല്ലാഹ് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ പറയുകയാണ്. അതുകൊണ്ടാണ് ഒരു മുഅ്മിൻ റുകൂഉം സുജൂദും ഒരു സൃഷ്ടിയുടെ മുന്നിലും അവൻ അത് ചെയ്യുകയില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ അവൻ്റെ മഹത്വം, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന നൃത്തവും, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന റുകൂഉം, അവനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന സുജൂദും ഒരു പടപ്പിനു മുന്നിലും ഒരു മുഅ്മിൻ ചെയ്യുകയില്ല. തലകുനിച്ച് ഒരാളെയും ബഹുമാനിക്കുക എന്നത് ഒരു മുസ്ലിമിന് പാടില്ല, ഹറാമാണ്. ഒരു സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. സൃഷ്ടിയുടെ മുന്നിൽ സുജൂദ് ചെയ്യുക എന്നത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂഇലും സുജൂദിലും പറഞ്ഞ ആ വാക്ക് നോക്കൂ നിങ്ങൾ, സുബ്ഹാനദിൽ ജബറൂതി വൽ മലകൂതി വൽ കിബ്രിയായി വൽ അളമ. അല്ലാഹുവിൻ്റെ കിബ്രിയാവും അളമത്തും ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയുന്നു. ആ രണ്ട് വിശേഷണങ്ങൾ അടങ്ങിയിട്ടുള്ള റബ്ബിൻ്റെ പേരുകളാണ് അൽ കബീർ, അൽ അദീം എന്നീ രണ്ട് പേരുകൾ. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഒരു ഇനമാണ് ഞാൻ പറഞ്ഞത്, ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു വലിയവനാണ് എന്ന് പറഞ്ഞാൽ, അവൻ മഹത്വമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, അവൻ്റെ ഏതേത് വിശേഷണങ്ങളിലും അവൻ ഇങ്ങനെയാണ്. അവൻ ഏറ്റവും വലിപ്പമുള്ളവനാണ്, അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. അതുപോലെ അവനേക്കാൾ വലിയ മറ്റാരുമില്ല, അവനേക്കാൾ വലിപ്പമുള്ള മറ്റാരും തന്നെയില്ല. നോക്കൂ നിങ്ങൾ, അടുത്ത ഈ പേരുകളുടെ മറ്റൊരു വശം എന്താണ്? അലീം എന്ന് പറഞ്ഞാൽ അള്ളാഹു മുഅല്ലമാണ്. അവനെ സൃഷ്ടികൾ മഹത്വപ്പെടുത്തുന്നു. അവനെ പോലെ മറ്റാർക്കും മഹത്വം കൽപ്പിക്കാൻ നമുക്ക് പാടില്ല. തഅലീമും തക്ബീറും അത് അള്ളാഹുവിന് മാത്രമുള്ളത്. അവനെ തഅലീം ചെയ്യുന്നത് പോലെ, അവനെ മഹത്വപ്പെടുത്തുന്ന പോലെ മറ്റാരെയും നാം മഹത്വപ്പെടുത്തുകയില്ല. അവനെ തക്ബീർ ചെയ്യുന്നത് പോലെ. എന്താണ് തക്ബീർ എന്ന് പറഞ്ഞാൽ? യഥാർത്ഥത്തിൽ വലിപ്പം പറയുക എന്നതാണ്, പ്രകീർത്തിക്കുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. നോക്കൂ, മുഅ്മിനുകൾ അവരുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും അള്ളാഹുവിനെ തഅലീം ചെയ്യുന്നു. അള്ളാഹുവിനുള്ള മഹത്വം അവർ മനസ്സിലാക്കുന്നു. അതെങ്ങനെയാണ് സഹോദരങ്ങളെ? അള്ളാഹുവിനെ അറിയാൻ അവർ അങ്ങേയറ്റം പരിശ്രമിക്കുന്നു. അള്ളാഹു അക്ബറാണ്, അവൻ ഏറ്റവും വലിയവനാണ് എന്നതുപോലെയാണ്. അതുപോലെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും മഹത്തരമായ അറിവ്. അതുപോലെ മഹത്തരമായ മറ്റൊരു വിജ്ഞാനമില്ല. എന്നാൽ നോക്കൂ, ജനങ്ങളിൽ പല ആളുകളുണ്ട്, അവർക്ക് ദുനിയാവിൽ വലിയ വിജ്ഞാനമുണ്ടാകും, വലിയ പണം കയ്യിലുണ്ടാകും, സമ്പത്തുണ്ടാകും. പക്ഷെ അവൻ്റെ റബ്ബിനെ കുറിച്ച് അവൻ എന്താണ് അറിയുക എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമായിരിക്കും. അവൻ്റെ റബ്ബിനെ കുറിച്ച് അവന് യാതൊന്നും അറിയില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒന്നും അവൻ പഠിച്ചിട്ടില്ല. എന്തൊക്കെയോ അവൻ മനസ്സിലാക്കി വച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അസ്മാ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പേരുകളും വിശേഷണങ്ങളും ഒന്നും അറിയുകയില്ല. ഏറ്റവും മഹത്വമുള്ള വിജ്ഞാനം അത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിജ്ഞാനമാണ്. അതുപോലെ ഒരു മുഅ്മിൻ അള്ളാഹുവിനെ സ്നേഹിക്കാൻ അങ്ങേയറ്റം പരിശ്രമിക്കും. അള്ളാഹുവിന് കീഴൊതുങ്ങാൻ, അവനെ ഭയപ്പെടാൻ അതിനു വേണ്ടുന്ന പണിയെടുക്കും. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്, അവൻ്റെ വലിപ്പം അംഗീകരിക്കുന്നതിൻ്റെ ഭാഗമാണ് അവനെ അനുസരിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക എന്നത്. യുതാഉ വലാ യുഅസാ. അള്ളാഹു അനുസരിക്കപ്പെടേണ്ടവനാണ്, അവൻ ധിക്കരിക്കപ്പെടാൻ പാടില്ല. അവൻ അനുസരിക്കണം, അവനെ ധിക്കരിക്കാൻ പാടില്ല. യുസ്കറു വലാ യുൻസ. അവനെ സ്മരിച്ചുകൊണ്ടിരിക്കണം, അവനെ മറക്കാൻ പാടില്ല. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം, അവനെ മറക്കാൻ പാടില്ല. പാപങ്ങൾ എപ്പോഴാണ് സംഭവിക്കുക? ഒരിക്കലും ദിക്റിന്റെ കൂടെ പാപം സംഭവിക്കില്ല എന്നാണ്. യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ അറിയുന്ന ഒരുവൻ റബ്ബിനെ ഓർത്തുകൊണ്ട് ഒരിക്കലും അവന് അള്ളാഹുവിനെ ധിക്കരിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പിശാച് വളരെ പരിശ്രമിക്കുക. എന്തിനു വേണ്ടിയായിരിക്കും? നമ്മെ മറപ്പിച്ച് കളയാൻ, ഗഫലത്തിൽ അശ്രദ്ധയിലാക്കി കളയാൻ. അശ്രദ്ധ അവന് വളരെ ഇഷ്ടമാണ്. അശ്രദ്ധ വളരെ ഇഷ്ടമാണ്. നിസ്യാനും ഗഫലത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് സഹോദരങ്ങളെ നിസ്യാൻ എന്ന് പറഞ്ഞാൽ? മറവിയാണത്, മറവിയാണ്. മറവിയുടെ പേരിൽ അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല, മറന്നുപോയേക്കും. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ. അള്ളാഹു മറന്നുപോയതിന് ഞങ്ങളെ ശിക്ഷിക്കരുത് എന്ന് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ ആയത്തുകളിലൂടെ അള്ളാഹു ദുആ ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മുഅ്മിനുകൾ പറയുമ്പോൾ നഅം, അതെ എന്ന് അള്ളാഹു ഉത്തരം നൽകുമെന്ന്
അങ്ങനെ നൽകിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ തജാവസ അൻ ഉമ്മതി അൽ ഖതാഅ വന്നിസ്യാന വമസ്തുക്രിഹു അലൈഹി. എൻ്റെ ഉമ്മത്തിന് അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുന്നു. അൽ ഖതാ, ഖതാ എന്നാൽ എന്താണ്? അബദ്ധം. അയാൾ ചെയ്തത് വേറൊന്നാണ്, പക്ഷേ സംഭവിച്ചത് വേറൊന്നാണ്. ഉദാഹരണത്തിന് ഒരു വസ്തു മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു, ഒരാളുടെ തലയിലൂടെ അയാൾ മരിച്ചുപോയി. അള്ളാഹുവെങ്കിൽ അയാൾക്ക് അതിന് കുറ്റമില്ല, അയാൾ കരുതി കൂട്ടി ചെയ്തതല്ലെങ്കിൽ. എന്നാൽ ദുനിയാവിൽ അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യേണ്ടതുണ്ട്, നഷ്ടപരിഹാരം ആൾക്ക് കൊടുക്കേണ്ടതുണ്ട്, ആളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരമുണ്ട്, അത് വേറെ വിഷയമാണ്. ദുനിയാവിലും ആഖിറത്തിലും ചില തിന്മകൾ ഒരേ രൂപത്തിലല്ല ഇസ്ലാമിക ശരീഅത്തിൽ അതിനെ കാണുക, വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഖതാ എൻ്റെ ഉമ്മത്തിന് അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. വന്നിസ്യാൻ, മറവിയും. അതുപോലെ നിർബന്ധിക്കപ്പെട്ടതും, കൊല്ലുമെന്നോ മറ്റോ ഭീഷണിപ്പെടുത്തി ആരെങ്കിലും ഒരാളെ കൊണ്ട് ഒരു തെറ്റ് ചെയ്യിച്ചു, വേണ്ടാത്ത വല്ലതും പറയിപ്പിച്ചു, അയാൾ അള്ളാഹു അതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. നിർബന്ധിച്ച് ചെയ്യിച്ചാൽ എന്തും ചെയ്യാമെന്ന് ഇതിനർത്ഥമില്ല. മനസ്സിലായില്ലേ? നിർബന്ധിച്ച് ചെയ്യിച്ചാൽ എന്തും ചെയ്യാം എന്നതിന് അർത്ഥമില്ല. ഒരാൾ പറയുകയാണ് കത്തി കാട്ടിയിട്ട് നീ ഇന്നവനെ കൊല്ലണം എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാലോ? അയാൾക്ക് കൊല്ലാനുള്ള ഇളവില്ല. അയാൾ വേറൊരു ജീവൻ ഹനിക്കുന്നതിനേക്കാൾ അവൻ മരണത്തിന് നിന്ന് കൊടുക്കുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഏത് തിന്മയും ചെയ്യാൻ എന്തില്ല? ദീനിൽ അനുവാദമില്ല. അതേസമയം ചിലതിന് അനുവാദമുണ്ട്. അതിൽപ്പെട്ടതാണ് ഒരാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വല്ല വാക്കും പറയാൻ നിർബന്ധിച്ചാൽ, ഒരാൾക്ക് അയാളുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരിക്കെ ഈ കൊലക്കത്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ വാക്ക് പറയാൻ അനുവാദമുണ്ട്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നിസ്യാൻ, മറവി അള്ളാഹു വിട്ടു തന്നിട്ടുണ്ട്. എന്നാൽ ഗഫ്ലത്ത്, അശ്രദ്ധ എന്നത് അക്കൂട്ടത്തിൽ നിങ്ങൾ ആവരുത്. വലാ തകും മിനൽ ഗാഫിലീൻ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്തുകൊണ്ടാണത്? കാരണം അശ്രദ്ധ എന്നത് ഒരു മനുഷ്യര് വിചാരിച്ചാൽ അത് ഒഴിവാക്കാൻ സാധിക്കും. അതിനാണ് അശ്രദ്ധ എന്ന് പറയുക, ഗഫ്ലത്ത് എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ, ഗഫ്ലത്തിലാക്കാൻ പിശാച് വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഗഫ്ലത്തിലായിരിക്കുകയാണ് പിശാച് പിടികൂടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ, അഥവാ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, പിശാച് മറ്റുള്ള പിശാചുക്കളോട് പറയുകയാണ്, ലാ മബീത ലക്കും, നിങ്ങൾക്ക് ഇവിടെ ഇന്ന് താമസമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അയാൾ അള്ളാഹുവിനെ സ്മരിച്ചാൽ, അഥവാ ബിസ്മില്ലാ എന്ന് പറഞ്ഞാൽ, പിശാച് അടുത്തുള്ള പിശാചുക്കളോട് പറയും, അവൻ്റെ കൂട്ടാളികളോട് പറയും, ലാ മബീത ലക്കും വലാ അശ, ഇന്ന് നിങ്ങൾക്ക് ഇവിടെ താമസവുമില്ല ഭക്ഷണവുമില്ല. രണ്ടും മറന്നുപോയാൽ തിരിച്ചാണ് പറയുക, അദ്റക്തുമുൽ മബീത വൽ അശ, നിങ്ങൾക്ക് ഇന്നിവിടെ താമസം ലഭിച്ചിരിക്കുന്നു, വൽ അശ, ഭക്ഷണവും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ നോക്കൂ, പിശാച് അശ്രദ്ധയിലാക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അശ്രദ്ധ എന്നത്, അള്ളാഹുവിനെ മറന്നുപോവുക എന്നതാണ് തിന്മകളുടെ കാരണം, വലിയൊരു കാരണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരിക്കലും ഒരുവന് തിന്മയിൽ അകപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിനെ ഓർക്കാൻ ഇത്രയും അധികം പ്രോത്സാഹനം, അതിനുള്ള കൽപ്പന വന്നിട്ടുള്ളത് അതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ മഹത്വത്തിൻ്റെ ഭാഗമാണ്, അവനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് യുസ്കർ വലാ യുൻസ, അവനെ സ്മരിക്കണം, അവനെ മറക്കാൻ പാടില്ല. യുഷ്കർ വലാ യുക്ഫർ, അവന് നന്ദി കാണിക്കണം, ശുക്ർ കാണിക്കണം, അവന് നന്ദികേട് കാണിച്ചുകൂടാ. നിഅമത്തുകൾ എന്ന് പറഞ്ഞത് എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അത്രയുമുണ്ട്. ഞാനീ പറയുന്ന ഓരോ വാക്കും അള്ളാഹുവിൻ്റെ നിഅമത്തുകൊണ്ടാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. ഇതിൽ ഓരോ അക്ഷരവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത് അള്ളാഹുവിൻ്റെ നിഅമത്ത് കൊണ്ടാണ്. ഈ മസ്ജിദിൽ ഇരിക്കാൻ സാധിക്കുന്നത്, നടക്കാൻ കഴിയുന്നത്, നോക്കാൻ സാധിക്കുന്നത്, കേൾക്കാൻ കഴിയുന്നത്, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നത്, ഏതുമേതും സഹോദരങ്ങൾ അള്ളാഹുവിൻ്റെ നിഅമത്താണ്. അത് എണ്ണാൻ സാധിക്കുകയില്ല. നന്ദി കാണിക്കുക, നന്ദികേട് കാണിച്ചുകൂടാ. അതുപോലെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ് അവൻ്റെ ശറഅ്, അവൻ്റെ ദീൻ, അതിനെ ചോദ്യം ചെയ്തുകൂടാ. എന്തങ്ങനെ? എന്താണ് ദീനിൽ അങ്ങനെ? എന്തിനാണ് ആ നിയമം എന്ന എതിർപ്പിൻ്റെ ശബ്ദത്തിൽ ചോദിക്കുക എന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന മുഅ്മിനിന് ഒരിക്കലും യോജിക്കുകയില്ല. ശരി, നിനക്ക് പഠിക്കാൻ ചോദിക്കാം, മനസ്സിലാക്കാൻ, അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് അറിയാൻ, അങ്ങനെ ഈമാൻ വർദ്ധിപ്പിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതിനുകൊണ്ട് ചോദിക്കാം. ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ,
നിങ്ങൾക്കറിവില്ലെങ്കിൽ നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക എന്ന് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഒരാൾ ഇഅ്തിറാദിനാണ് ചോദിക്കുന്നത്, നിഷേധിക്കാനാണ് ചോദിക്കുന്നത്, എതിർക്കാനാണ് ചോദിക്കുന്നത്. എന്തിനാ അങ്ങനെ? ദീനിലെന്തിനാണ് ആ നിയമം എന്നിങ്ങനെ ഇഅ്തിറാദ് ചെയ്യുക, ദീനിനെ അതിലെ നിയമങ്ങളെ എതിർക്കുക എന്നത് അള്ളാഹുവിനെ തഅ്ളീം ചെയ്യുന്നതിന് വിരുദ്ധമാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയ ഒരുവന് ഒരിക്കലും അത് പാടില്ല. അതുപോലെയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ, അവൻ്റെ സൃഷ്ടിയെ ഇഅ്തിറാദ് ചെയ്യുക എന്നതും. എന്തിനാ അള്ളാഹു അതിനെ പടച്ചത്? അതിനുകൊണ്ട് യാതൊരു ആവശ്യവുമില്ല ഇന്ന് പറയാൻ പാടുണ്ടോ? ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് ഏത് അവൻ്റെ സൃഷ്ടിപ്പിന് പിന്നിലുമുണ്ട്. അവൻ വെറുതെ യാതൊന്നും പ്രവർത്തിക്കുകയില്ല. അപ്പൊ നോക്കൂ, ഇത് അള്ളാഹുവിനെ തഅ്ളീം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. അവൻ്റെ ശറഇനെ അതിനെ എതിർക്കാൻ പാടില്ല, അവൻ്റെ ദീനിനെ എതിർക്കാൻ പാടില്ല. അതുപോലെ അള്ളാഹുവിനെ തഅ്ളീം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹു മഹത്വം കൊടുത്തതിന് നമ്മൾ മഹത്വം കൽപ്പിക്കുക. ചില ഇടങ്ങൾ അള്ളാഹു അതിന് മഹത്വം കൊടുത്തിട്ടുണ്ടാകും. അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളാണ്. അതുപോലെ മക്ക, മദീന, ഖുദ്സ്, ഇതെല്ലാം അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ്. ചില സമയങ്ങൾക്ക് അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. 4 പവിത്രമായ മാസങ്ങളുണ്ട്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ് എന്നീ 4 മാസങ്ങൾ. റമദാനിൽ അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച ദിവസത്തിന് അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുണ്ട്. ഇങ്ങനെ അള്ളാഹു പ്രത്യേകത നൽകിയിട്ടുള്ള സമയങ്ങളുണ്ട്. അതിൻ്റെ മഹത്വം കൽപ്പിച്ചു കൊടുക്കണം. അള്ളാഹു പ്രത്യേകത നൽകിയ, അള്ളാഹു ആദരിച്ചിട്ടുള്ള ശഖ്സുകളുണ്ട്, ആളുകളുണ്ടാകും. അള്ളാഹുവിൻ്റെ നബിമാർ, അള്ളാഹുവിൻ്റെ റസൂലുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുക എന്നത് അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമാണ്. അതുപോലെ ചില പ്രവർത്തനങ്ങൾ, ശറഈയായ ഒരു പ്രവർത്തനം, നിസ്കാരം, അദാൻ, ബാങ്ക് പരിഹരിക്കാൻ പാടുണ്ടോ? അതിന് ഇല്ല. അതിനതിൻ്റെ മഹത്വം കൊടുക്കേണ്ടതുണ്ട്. ഖുർആൻ, അള്ളാഹുവിൻ്റെ ഖുർആൻ, അതിന് മഹത്വം നൽകേണ്ടതുണ്ട്. മുസ്ഹഫുകൾ മഹത്വം നൽകേണ്ടതുണ്ട്. അതിനെ അപമാനിക്കുന്ന രൂപത്തിൽ, അതിനെ അപമാനിക്കലാകും എന്ന് ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമുണ്ടാകും. ഉദാഹരണത്തിന് മുസ്ഹഫ്, ഉമിനീർ തൊട്ട് ബാക്കിയുള്ള പുസ്തകങ്ങളുടെ പേജുകൾ മറിക്കുന്നത് പോലെ മുസ്ഹഫിൻ്റെ പേജുകൾ മറിച്ചുകൂടാ. ധാരാളം പണ്ഡിതന്മാർ അത് ഹറാമാണെന്ന് വ്യക്തമായി പറഞ്ഞത് കാണാം. അത് ഖുർആനിനെ അനാദരിക്കലാണ്. ഖുർആനിന് മുകളിൽ മുസ്ഹഫിന് മുകളിൽ മറ്റെന്തെങ്കിലും എടുത്തു വെക്കുക പാടില്ലാത്തല്ല. മുസ്ഹഫ് മുകളിൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിന് മുകളിൽ വേറെ എന്തെങ്കിലും വെച്ചുകൂടാ. മുസ്ഹഫ് അല്ലാത്ത വേറെ എന്തെങ്കിലും വെക്കുക പാടില്ലാത്തതാണ്. അതുപോലെ തറയിൽ വെക്കുക പാടില്ലാത്തതാണ്. ഇതിനെ തഅ്ളീം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ അതിന് നേരെ വിപരീതമായ ഒരു കാര്യം ചെയ്താൽ, വൽഇയാദു ബില്ലാഹ്, ചില സാഹിറന്മാരും മറ്റും ചെയ്യുന്നത് പോലെ ഖുർആൻ, മുസ്ഹഫ്, അത് മാലിന്യങ്ങളുടെ കൂട്ടത്തിലിടുക, അതിൻ്റെ മേൽ അതിനെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ചവിട്ടി നിൽക്കുക. ഇത് ഒരുത്തൻ ചെയ്താൽ ആ പ്രവൃത്തിയോടെ അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോകും. ഇങ്ങനെ വല്ലതും ഒരുത്തൻ ചെയ്താൽ ആ പ്രവൃത്തിയോടെ അവൻ ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി, കാഫറായി പുറത്തു പോകും. അപ്പോൾ നോക്കൂ, തഅ്ളീം, അത് അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളെ അതിനെ തഅ്ളീം ചെയ്യേണ്ടതുണ്ട്. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب. അള്ളാഹു പറഞ്ഞു, അവൻ്റെ ചിഹ്നങ്ങളെ തഅ്ളീം ചെയ്യുക, അള്ളാഹുവിൻ്റെ മതചിഹ്നങ്ങൾ ആദരിക്കുക എന്നത് ഹൃദയത്തിലെ തഖ്വയുടെ ഭാഗമാണ്. നോക്കൂ, നിങ്ങൾ ഏത് കർമ്മമാകട്ടെ, നിസ്കാരമോ സകാത്തോ നോമ്പോ ഹജ്ജ്, അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങൾ, ഇസ്ലാമിൻ്റെ ദീനിൻ്റെ ചിഹ്നങ്ങൾ, അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക എന്നത് അള്ളാഹുവിനെ തഅ്ളീം ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. പരലോകത്തെക്കുറിച്ച്, വിചാരണയെക്കുറിച്ച്, അതിനെക്കുറിച്ചൊന്നും എന്തു പറയാൻ പാടില്ല? തമാശ പറയാൻ പാടില്ല. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യമാണ്. എത്രയോ ആളുകൾ റബ്ബിനെ കുറിച്ച് പരിഹാസത്തിൻ്റെ വാക്കുകൾ, അള്ളാഹുവിനെ കുറിച്ച് തഅ്ളീം ചെയ്യാത്ത വാക്കുകൾ. യാ സുബ്ഹാനല്ലാഹ്. കൂട്ടത്തിൽ ഞാൻ ഉദാഹരണമായി പറയട്ടെ. ഈ അടുത്ത് ഒരാളുടെ പ്രസംഗത്തിൻ്റെ തലക്കെട്ടായി കാണാൻ കഴിഞ്ഞു. അല്ല, പ്രസംഗത്തിൻ്റെ തലക്കെട്ടായി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്, അല്ലെങ്കിൽ പറയാൻ കൊള്ളാത്ത, അള്ളാഹുവിനെ തഅ്ളീം ചെയ്യാത്ത വാക്കാണ് തലക്കെട്ടായി കൊടുക്കാൻ. കുറച്ചു നേരം പടച്ചവനോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നു നോക്കൂ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താണ് ഈ പറയുന്നത്? ഈ മോട്ടിവേഷൻ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന ഒരാളാണ്. ഇടയ്ക്ക് ആൾ സിനിമയെക്കുറിച്ച് പറയുന്ന കാണാം, ഇടയ്ക്ക് വേറെന്തെങ്കിലുമൊക്കെ പറയുന്ന കാണാം. ജനങ്ങൾക്ക് എന്തെങ്കിലും കേട്ടാൽ മതി. ആളുകളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ പ്രസംഗം അത് നല്ല മോട്ടിവേഷൻ നൽകുന്ന പ്രസംഗമാണ്.
അയാളുടെ പ്രസംഗങ്ങൾ കേട്ടാൽ നമുക്ക് മാനസിക ടെൻഷനൊക്കെ നീങ്ങിപ്പോകും. ഈ പറയുന്നത് എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ ചാതയും ചെയ്യുന്ന വാക്കല്ല അത്. പടച്ചവനോട് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരുന്ന് നോക്കും. ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക, അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പോലെ റബ്ബിനെ ചാതയും അത് നിർബന്ധമാണ്. മഹബത്തിന്റെ കൂടെ ചാതയും വേണം, എന്നാലേ ഇബാദത്ത് ശരിയാവുകയുള്ളൂ. അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു, ശരിയാണ്, അതില്ലാതെ അള്ളാഹുവിനുള്ള ഇബാദത്താവുകയില്ല. അങ്ങേറ്റത്തെ സ്നേഹം. പക്ഷെ ആ സ്നേഹത്തിന്റെ കൂടെ എന്തുണ്ട്? നമ്മൾ ഭാര്യയെ സ്നേഹിക്കുന്നത് പോലെയോ മക്കളെ സ്നേഹിക്കുന്നത് പോലെയുള്ള സ്നേഹമാണോ അത്? അല്ല, അത് തഅ്ദീമോടെയുള്ള സ്നേഹമാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തണം, അവന്റെ മഹത്വം മനസ്സിലാക്കണം. ആ മഹത്വം കൽപ്പിച്ചുകൊണ്ടുള്ള സ്നേഹമാണത്. റബ്ബിനെ കുറിച്ച് പറയാൻ പറ്റിയ വാക്കാണത്. പടച്ചവനോട് കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞിരുന്ന് നോക്കൂ. അയാൾ സങ്കടങ്ങൾ മാറാനൊക്കെയുള്ള വഴിയായി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെയാണോ പറയേണ്ടത്? അള്ളാഹുവിനെ കുറിച്ച് ഉപയോഗിക്കുന്ന വാക്കുകൾ അത് സൂക്ഷിക്കണം. മനസ്സിലായില്ലേ? അതിന് ഇൽമിന്റെ, അറിവിന്റെ പിന്തുണ വേണം. അതല്ലെങ്കിൽ ഇങ്ങനെ തോന്നിവാസം പലതും ആളുകൾ പറയും. എന്തൊക്കെയോ ആണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും മറ്റുമൊക്കെ അവൻ പഠിച്ചു വെച്ചതെങ്കിൽ, ദീനിന്റെ ഉസൂലുകളെ കുറിച്ച് ബോധമില്ലെങ്കിൽ ഇതിന്റെ അപ്പുറം പറയും. ആളുകൾ നോക്കും, അങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെയാണ്. അവർക്ക് കുറേ കേൾവിക്കാരുണ്ടത്രേ, അയാളുടെ പ്രസംഗം കേൾക്കുന്ന ഒരുപാട് ആളുകളുണ്ടത്രേ. സ്വാഭാവികമാണ്. കാരണം ജനങ്ങൾക്കിടയിൽ വിവരക്കേട് വ്യാപകമായാൽ ഇങ്ങനെയുള്ള ആളുകളുടെ പിന്നാലെയാണ് ജനങ്ങൾ പോവുക. അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു വേണം. അള്ളാഹുവിനെ കുറിച്ചൊരു കാര്യം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഖുർആനിലും സുന്നത്തിലും ഉള്ള കാര്യമായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഇല്ല എന്ന് പറയണമെങ്കിൽ ഖുർആനിലും സുന്നത്തിലും ഇല്ല എന്ന് പറയപ്പെട്ട കാര്യമാണ് പറയേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് നിഷേധിച്ചു പറയുമ്പോൾ പോലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹുവിന് ഇല്ലാത്ത കാര്യങ്ങൾ നിഷേധിച്ചു പറയുമ്പോൾ പോലും ദീനിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഒരു രാജാവിനെ ബഹുമാനിക്കുകയാണ്. ആ രാജാവിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് അയാളെ ബഹുമാനിക്കാൻ വേണ്ടി ആൾ പറയുകയാണ്. ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അയാൾ രാജാവിനെ കുറെ പുകഴ്ത്തിയിട്ട് പറയണേ, രാജാവേ നിങ്ങളൊരു പൊട്ടനല്ല, നിങ്ങളൊരു മണ്ടനല്ല, നിങ്ങളൊരു വിഡ്ഢിയല്ല. ഇങ്ങനെ ഒരാൾ പുകഴ്ത്തുകയാണ്. ആ ബുദ്ധിയുള്ള ആളാണ് പറയുന്നത് പുകഴ്ത്തലാണ് എന്ന്. അല്ല, അങ്ങനെ ശരിയാണ്, ആ പറഞ്ഞത് ശരിയായിരിക്കും, നിഷേധിക്കുകയായിരിക്കും. പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഖുർആനിലും സുന്നത്തിലും നിഷേധിച്ചു പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ. അതിലൊരുപാട് പാഠങ്ങളുണ്ട്. അള്ളാഹു അവനെ കുറിച്ച് പറയും, ലാ തഅഖുദുഹു സിനതു വലാ നൗം. അള്ളാഹുവിന് ഉറക്കം ബാധിക്കുകയില്ല, അവന് മയക്കം ബാധിക്കുകയില്ല. അങ്ങനെ അള്ളാഹുവിനൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ വേറെ അർത്ഥം കൂടി ഉണ്ട്. എന്താണത്? അതിന്റെ വിപരീതം എന്താണോ അത് പരിപൂർണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട് എന്നാണ്. അള്ളാഹു മരിക്കുകയില്ല, ലാ യമൂത്ത്, ഖുർആനിലുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? അവന്റെ ഹയാത്ത് എന്നത് പരിപൂർണമായ ഹയാത്താണ്. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം നിയന്ത്രിക്കുന്നവനാണ്. ഈ പറഞ്ഞതിന്റെ നേർ വിപരീതം അത് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹുവിനുണ്ട്. അള്ളാഹു അക്രമം ചെയ്യുകയില്ല എന്ന് ഖുർആനിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അക്രമം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ അർത്ഥം. അക്രമത്തിന്റെ നേർ വിപരീതം നീതി ഉണ്ടല്ലോ, പരിപൂർണമായ നീതി ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ നോക്ക്, അള്ളാഹുവിനെ കുറിച്ച് നിഷേധിച്ചു പറയുമ്പോൾ പോലും അതിൽ കുറെ വ്യവസ്ഥകൾ പാലിക്കാനുണ്ട്. എനിക്ക് തോന്നിയത് പറയാൻ പാടില്ല. ഇതുപോലെ ഒരു രാജാവിനോട് ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞാൽ അത് പുകഴ്ത്തലാവുകയില്ല എന്നതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് എന്തും അവനില്ലാത്തത്, ഇങ്ങനെ നിസാരമായ കാര്യങ്ങൾ ഇല്ല എന്ന് പറയുക അത് അവനെ പുകഴ്ത്തലാവുകയില്ല, മറിച്ച് ഇകഴ്ത്തലാകും. ഒരു കവിത ആളുകൾ ഉദാഹരണത്തിന് പറയാറുണ്ട്. അറബിയിലുള്ളൊരു കവിത അല്ലേ, വാളിനെ കുറിച്ച് പറയുകയാണ്, ഇത് വടി പോലെയല്ല, ഇത് മൂർച്ച ഉള്ളതാണ് എന്നൊരു നിസാരമായ വടിയുമായി വാളിനെ തുലനം ചെയ്ത് പറഞ്ഞുകൂടെ, കാര്യം ശരിയായിരിക്കും. പക്ഷേ അതുമായി തുലനം ചെയ്താൽ അതിൻ്റെ മഹത്വം ഇടിയുകയാണ് ചെയ്യുക. എന്നതുപോലെ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ അത് ശ്രദ്ധിച്ചു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾ, എന്തെങ്കിലുമൊക്കെ റബ്ബിനെ കുറിച്ച് പറയുന്ന ആളുകൾ, ചില ആളുകൾ പറയുന്നത് അള്ളാഹിൻ്റെ ഓരോ കളി പറയാൻ പാടുണ്ടോ? കളി എന്നത് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയാൻ പാടുണ്ടോ? അള്ളാഹു അവനിൽ നിന്ന് നിഷേധിച്ചു പറഞ്ഞ കാര്യമാണ്. കളിയും വിനോദവും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നത് പറയാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹു കളിയായി ഒന്നും ചെയ്യുകയില്ല. റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ നീ ശ്രദ്ധിക്കണം, അള്ളാഹുവിനെ തഅദീം ചെയ്യണം. അതിനാണ് റബ്ബിനെ കുറിച്ച് പഠിക്കാൻ പറയുന്നത്. മനസ്സിലായില്ലേ? ബാക്കി ദുനിയാവിലെ സകല കാര്യങ്ങളും അറിയാം,
ഒക്കെ അറിയാം. എന്നാൽ അവൻ്റെ റബ്ബിനെ കുറിച്ച് അവൻ അറിയുകയില്ല. അവൻ്റെ റബ്ബിനെ കുറിച്ച് എന്ത് നാവ് കൊണ്ട് പറയണം, അള്ളാഹു തന്ന നാവ് കൊണ്ട് അറിയുകയില്ല. എന്തെങ്കിലുമൊക്കെ നീ റബ്ബിനെ കുറിച്ച് പറഞ്ഞു പരലോകത്തെത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നൽ അബ്ദ ലാ യതകല്ലമു ബിൽ കലിമ ലാ യുൽഖി ലഹാ ബാല യഹ്വി ബിഹാ ഫിന്നാരി അബഅദ മിമ്മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്. ഒരു മനുഷ്യൻ ഒരു വാക്ക് പറയും, അവനത് കാര്യമാക്കിയിട്ടുണ്ടാവുകയില്ല. ചക്രവാളങ്ങളെക്കാൾ ആഴമുള്ള നരകത്തിൽ ആ ഒരു വാക്ക് കാരണത്താൽ അവൻ പതിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ച് സംസാരിക്കണം. എന്തെങ്കിലും പറഞ്ഞുകൂടാ. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. നോക്കൂ നിങ്ങൾ, അള്ളാഹു ആദരവ് നൽകിയതിന് ആദരവ് നൽകണം. ഇബാദത്തുകൾ അതിൻ്റെ ആത്മാവ് തന്നെ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ തഅലീം ചെയ്യാനാണ്. അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇബാദത്തുകളുടെ, ആരാധനാകർമ്മങ്ങളുടെ റൂഹ് തന്നെ അതാണ്. അതുകൊണ്ടാണ് നോക്കുക, ഇബാദത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായ നിസ്കാരം അത് നമ്മൾ ആരംഭിക്കുന്നത് അള്ളാഹുവിനെ തഅലീം ചെയ്തുകൊണ്ടാണ്. അല്ലാഹു അക്ബർ. അതിലെ ഓരോ നീക്കങ്ങളിലും അല്ലാഹു അക്ബർ എന്ന് ആവർത്തിക്കുന്നു. കാരണം മറ്റെല്ലാ കാര്യങ്ങളും നീക്കി വെച്ചിട്ടാണ് നീ നിസ്കാരത്തിന് വരുന്നത്. ബാക്കി ഏതേത് ശുഗലുകളുണ്ടോ നിസ്കാരം ഒഴിവാക്കാൻ നിനക്ക് ഒഴിവില്ല. അതെല്ലാം അത് എത്ര പ്രാധാന്യമുള്ള കാര്യമാകട്ടെ, അല്ലാഹു അക്ബർ, അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ. റബ്ബിനേക്കാൾ നിനക്ക് വലുതായി മറ്റൊന്നുമില്ല. നോമ്പിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലിതുക്മിലുൽ ഇദ്ദ വലിതുകബ്ബിറുല്ലാഹ് അലാ മാ ഹദാകും ലഅല്ലകും തഷ്കുറൂൻ. 30 ദിവസത്തെ നോമ്പ് പൂർത്തിയാക്കിയാൽ അതാ നമ്മൾ തക്ബീർ ചൊല്ലുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതുപോലെ ഹജ്ജിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളിൽ അള്ളാഹു പറഞ്ഞത് കാണാം, ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് നൽകിയതിന് നിങ്ങൾ അവനെ തക്ബീർ ചെയ്യുവാൻ. നോക്കൂ, തക്ബീറും തഅലീമും, ഇതാണ് അൽ കബീർ അൽ അദീം എന്ന 2 പേരുകളിൽ ഈ കാര്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ തക്ബീർ എന്നത് തഅദീമിനേക്കാൾ പൂർണ്ണമാണ്. മലയാളത്തിൽ തഅദീം എന്ന് മഹത്വം കൽപ്പിക്കുക എന്നതിനർത്ഥം പറയാം. തക്ബീർ എന്നാൽ അള്ളാഹുവിൻ്റെ വലിപ്പം പറയുക, അവനെ പ്രകീർത്തിക്കുക എന്ന് അർത്ഥം പറയാം. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യമാണ്, കിബ്രിയ എന്നത് അളമത്തിനേക്കാൾ മുകളിലുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അള്ളാഹു പറഞ്ഞത് കിബ്രിയ എൻ്റെ റിദ ആണ്, അളമത്ത് എന്നത് എൻ്റെ ഇസാറാണ്. ഇസാറിൻ്റെ ഭാഷയിലുള്ള അർത്ഥം താഴ്വസ്ത്രം എന്നാണ്, ഉടുമുണ്ട് എന്നാണ്. റിദാഇൻ്റെ ഭാഷയിലെ അർത്ഥം മേൽത്തട്ടം എന്നാണ്, തട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ഇതാണ്, മഹത്വവും വലിപ്പവും അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ ആരും അള്ളാഹുവിനോട് മത്സരിക്കാൻ ചെല്ലരുത്. അങ്ങനെ ചെന്നാൽ അള്ളാഹു അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. അവിടെ കിബ്രിയയിനെയാണ് അള്ളാഹു മുകളിലുള്ളതായി വിശേഷിപ്പിച്ചത്, അളമത്ത് താഴെ ഉള്ളതായിട്ടാണ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നാം അള്ളാഹു അലം എന്നല്ല പറയുന്നത്, പിന്നെ അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. അള്ളാഹു അലം എന്നല്ല, അള്ളാഹു അക്ബർ എന്നാണ് പറയുന്നത്. അള്ളാഹു എല്ലാത്തിനേക്കാൾ വലിയവനാണ്. ഒരു കാര്യം, ഒരു വസ്തു, ഒരാൾ എത്ര വലുതായിക്കോട്ടെ, യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ വലിപ്പത്തിന് മുന്നിൽ അത് വളരെ ചെറുതാണ്. وقل الحمد لله الذي لم يتخذ ولدا ولم يكن له شريك في الملك ولم يكن له ولي من الذل وكبره تكبيرا. الله പറയുകയാണ്, നീ പറയുക, وقل الحمد لله, അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയും, الذي لم يتخذ ولدا, ഒരു സന്താനത്തെ ഒരിക്കലും സ്വീകരിച്ചിട്ടില്ലാത്ത റബ്ബ്, ولم يكن له شريك في الملك, അവന്റെ ആധിപത്യത്തിൽ അവന്റെ അധികാരത്തിൽ ഒരു പങ്കാളിയില്ലാത്തവനായ റബ്ബ്, വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുല്ലി, ദുല്ല് കൊണ്ട് ഒരു വലിയനെ സ്വീകരിച്ചിട്ടില്ലാത്ത റബ്ബ്. അള്ളാഹുവിന് വലിയകളുണ്ട്, അവന് മിത്രങ്ങളുണ്ട്. പക്ഷെ ആ മിത്രങ്ങൾ അവൻ സ്വീകരിച്ചത് എന്തുകൊണ്ടല്ല? ദുല്ല് കൊണ്ടല്ല. എന്ന് പറഞ്ഞാൽ ഒരു താഴ്മ കൊണ്ട്, ഒരാളുടെ ആവശ്യമുള്ളത് കൊണ്ട് ഒരാളെ വലിയായി മിത്രമായി സ്വീകരിച്ചതല്ല. മനസ്സിലായില്ലേ? വലം യത്തഖിദ് വലം യകുൻ ലഹു വലിയ്യും മിനദ്ദുൽ. അള്ളാഹു പറയുകയാണ്, ദുല്ല് കൊണ്ട് അവനൊരു വലിയില്ല, മറിച്ച് അവൻ വലിയകളായി, അവൻ ഖലീലായി അവൻ്റെ സൃഷ്ടികളിൽ നിന്ന് ചിലരെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അവരെ കൊണ്ട് ആവശ്യമുള്ളത് കൊണ്ടല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഫضലിനാൽ, അവൻ്റെ ഔദാര്യത്താൽ, അവൻ്റെ റഹ്മത്തിനാൽ ആണ് അവൻ വലിയനെ സ്വീകരിക്കുന്നത്. വകബ്ബിറുഹു തക്ബീറാ. അള്ളാഹു പറയുകയാണ്, നീ അവനെ തക്ബീർ ചെയ്യുക, അള്ളാഹു അക്ബർ എന്ന് പറയുക. ശ്രേഷ്ഠമായ 4 വാക്കുകളിൽ ഒന്നാണ് അള്ളാഹു അക്ബർ. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ 4 വാക്കുകളിൽ ഒന്നാണ് അള്ളാഹു അക്ബർ. അത് യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ഭാഗം തന്നെയാണ്.
ഏതൊക്കെയാണ് 4 വാക്കുകൾ? സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, വല്ലാഹു അക്ബർ. ഈ 4 വാക്കുകളാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്കുകൾ. നോക്കൂ, ഈ മഹത്വം അള്ളാഹുവിന് നൽകാത്തവരാണ്, അള്ളാഹുവിന് മഹത്വം കൊടുക്കാത്തവരാണ് അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ. അതുകൊണ്ടാണ് മുശ്രിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അള്ളാഹുവിന് നൽകേണ്ടുന്ന മഹത്വം അവർ നൽകിയിട്ടില്ല. അള്ളാഹുവിന് നൽകേണ്ടുന്ന മഹത്വം അവർ നൽകിയിട്ടില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് നിന്ദ്യരായ, യാതൊന്നിനും ശേഷിയില്ലാത്ത, ഇന്നലെ ജീവനില്ലാത്ത, നാളെ മരിച്ചു പോകുന്ന, ഭക്ഷണം വേണ്ടുന്ന, ഭക്ഷണവും വെള്ളവും കഴിച്ചാൽ ആവശ്യം വരുന്ന വേറെ ചില കാര്യങ്ങളുണ്ട്, അതിനാവശ്യമുള്ളവരെ ഇലാഹായ മാലിക്കുൽ മുൽക്കായ റബ്ബുസ് സമാവാതി വൽ അർദ്, അങ്ങനെയുള്ള റബ്ബിനോട് സാദൃശ്യപ്പെടുത്തുക. അതാണ് ഒരു മുശ്രിക്ക് ചെയ്യുന്നത്. അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർ ചെയ്യുന്ന കൊടിയ അക്രമം നോക്കൂ നിങ്ങൾ. ഈ സൃഷ്ടികളെ, ഇത്ര നിന്ദ്യരായ, ഒന്നിനും സാധിക്കാത്ത, കഴിവുകെട്ട സൃഷ്ടികളെ ഈ മാലിക്കുൽ മുൽക്കായ റബ്ബിനോട് തുലനപ്പെടുത്തിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈസായെയും മറിയമിനെയും, ഈസാ നബി അലൈഹിസ്സലാമിനെയും മറിയമിനെയും കുറിച്ച് അള്ളാഹു പറഞ്ഞത് കാന യഅകുലാനി തആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു. ഭക്ഷണത്തിനോട് അവർക്ക് ആവശ്യമുണ്ട്, ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ട്, വെള്ളം അവർക്ക് ആവശ്യമുണ്ട്. അള്ളാഹുവിന് അത് ആവശ്യമില്ല. ഭക്ഷണവും വെള്ളവും കഴിച്ചാൽ മനുഷ്യർക്ക് വേറെ ചില കാര്യങ്ങൾ ആവശ്യം വരും, അതവർക്ക് ആവശ്യമുണ്ടാകും. യാ സുബ്ഹാനല്ലാഹ്, ഇതെങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുക? മുശ്രിക്ക് അള്ളാഹുവിൽ പങ്കുചേർത്തവൻ അള്ളാഹുവിന് നൽകേണ്ട മഹത്വം അവൻ വകവെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹു ചോദിച്ചില്ലേ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, മാലക്കും നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിന് നൽകേണ്ട മഹത്വം, അള്ളാഹുവിന്റെ ഗാംഭീര്യം അതെന്തുകൊണ്ട് നിങ്ങൾ നൽകുന്നില്ല? വഖദ് ഖലഖകും അത്വാറ, അവനാണ് നിങ്ങളെ ഘട്ടം ഘട്ടമായി സൃഷ്ടിച്ചവൻ. നമ്മെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ്. അവൻ നുത്ഫയിൽ നിന്ന്, പിതാവിൻ്റെ ബീജത്തിൽ നിന്ന്, അതിനു മുമ്പ് മണ്ണിൽ നിന്ന്, പിന്നെ ഒരു അലഖത്തായി, മുദ്ഗത്തായി, അതിന് അള്ളാഹു എല്ലുകൾ നൽകി, അതിനെ മാംസം കൊണ്ടുപോതിന്നു. എന്നിട്ട് ഉമ്മയുടെ വയറ്റിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു, നിങ്ങൾക്ക് റിസ്ഖ് നൽകി. ഇങ്ങനെ ഘട്ടം ഘട്ടമായി നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ് ما لكم لا ترجون لله وقارا وقد خلقكم أطوارا ألم تروا كيف خلق الله 7 سماوات طباقا وجعل القمر فيهن نورا وجعل الشمس سراجا والله أنبتكم من الأرض نباتا ثم يعيدكم فيها ويخرجكم إخراجا والله جعل لكم الأرض بساطا لتسلكوا منها سبلا فجاجا. الله ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തന്നത്. ആകാശങ്ങളെ തട്ടുതട്ടായി പടച്ചവൻ, ഭൂമിയെ നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നവൻ, ഭൂമിയിൽ നിന്ന് നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്നവൻ, സൂര്യനെയും ചന്ദ്രനെയും നിശ്ചയിച്ചവൻ. മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, എന്താണ് അള്ളാഹുവിന് ആ നൽകേണ്ട മഹത്വം നിങ്ങൾ നൽകാത്തത്? അപ്പൊ നോക്കൂ സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ഈ 2 പേരുകളിലുണ്ട്. അൽ കബീർ, അൽ അലീം എന്നീ 2 പേരുകൾ. ഇതിൻ്റെ ഈ അർത്ഥത്തിൻ്റെ 2 ഇനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, അള്ളാഹു അവൻ്റെ ഏതേത് വിശേഷണങ്ങളിലും ഏറ്റവും വലിയവനാണ്. അവൻ്റെ ഏതേത് പ്രവർത്തനങ്ങളും വിശേഷണങ്ങളും എടുത്തു നോക്കിയാലും അവൻ ഏറ്റവും വലിപ്പമുള്ളവനും ഏറ്റവും മഹത്വമുള്ളവനുമാണ്. അതുപോലെ അവൻ അവൻ്റെ എല്ലാ സൃഷ്ടികളെക്കാളും വലിയവനാണ്. രണ്ടാമത്തെ ഇനം എന്താണ്? ഈ പേരുകളിലുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം എന്താണ്? അള്ളാഹു മഹത്വപ്പെടുത്തപ്പെടേണ്ടവനാണ്, അവന് മഹത്വം നൽകേണ്ടതുണ്ട്, അവൻ്റെ വലിപ്പം അത് മനസ്സിലാക്കുകയും അവനെ തഅലീം ചെയ്യേണ്ടതുമുണ്ട്. അവനെപ്പോലെ ഒരു സൃഷ്ടിയെയും തഅലീം ചെയ്യാൻ പാടില്ല, അവനെപ്പോലെ ഒരു സൃഷ്ടിയെയും മഹത്വപ്പെടുത്താൻ പാടില്ല. ഇത് മനസ്സിലാക്കുന്ന ഒരു മുഅ്മിൻ അള്ളാഹുവിനെ നൽകേണ്ടതുപോലെ ഒരാൾക്ക് മഹത്വം നൽകുകയില്ല. അള്ളാഹുവിൽ അവൻ കാര്യം അവലംബിച്ചതുപോലെ ഒരാളിനും അവൻ കാര്യം അവലംബിക്കുകയില്ല. ഇത് സഹോദരങ്ങൾ പറയാൻ എളുപ്പമാണ്, എന്നാൽ ഇതിൻ്റെ പൂർണ്ണത മനസ്സിലാക്കിയ മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ അവരെന്താണ് ചെയ്യുക? അവർക്കൊരു പ്രയാസം വന്നാൽ അവരുടെ മനസ്സിൽ ആദ്യം ഓടി വരിക സൃഷ്ടികളല്ല. എന്നാൽ നമ്മുടെ പലരുടെയും സ്ഥിതി എന്താ? എൻ്റെ നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്താ? ഒരു പ്രയാസം, ബുദ്ധിമുട്ട് വന്നാൽ ആദ്യം മനസ്സിലേക്ക് കടന്നു വരിക ആരാണ്? പടപ്പുകളുടെ കൂട്ടത്തിൽ എന്നെ സഹായിക്കാൻ ആരാണുള്ളത്? ആളുകളിലേക്കാണ് നമ്മുടെ ഓർമ്മ പോവുക. എന്നാൽ യഥാർത്ഥ ഈമാനിൽ ഉന്നതമായ സ്ഥാനം നേടിയിട്ടുള്ള ആളുകൾ, അത് പറയാൻ എളുപ്പമാണ്, എന്നാൽ അത് നേടിയെടുക്കുക എളുപ്പമല്ല. അവരുടെ മനസ്സിൽ പ്രയാസങ്ങളിൽ അവരുടെ മനസ്സിൽ ആദ്യം വരിക റബ്ബിനെ കുറിച്ചുള്ള ചിന്തയാണ്. അള്ളാഹു എന്നെ സഹായിക്കാനുണ്ടാകും എന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ നബിമാർ എങ്ങനെയാണ്?
കടുത്ത പ്രതിസന്ധികളിൽ, ബുദ്ധിമുട്ടുകളിൽ അവർ അള്ളാഹുവിനാണ് ഓർത്തിരുന്നത്. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഖാല കല്ല ഇന്ന മഅ റബ്ബി സയഹ്ദീൻ. ഏത് സമയത്താണ് ആ വാക്ക് പറഞ്ഞത് നോക്കൂ. പിന്നിൽ ആർത്തിരമ്പി വരുന്ന ഫിറഔനും കൂട്ടരുമാണ്. അവരെ ഒന്നാകെ നശിപ്പിക്കാൻ വരുന്ന ഫിറഔനും കൂട്ടരും. മുന്നിൽ കടലാണുള്ളത്, മറ്റു വഴിയില്ല. ഈ സാധുക്കളായ ബനു ഇസ്രായീൽ അവരാണ് കൂടെ ഉള്ളത്. അവർ പറഞ്ഞു ഇന്ന ലമുദ്റഖൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു, വഴിയില്ല, ഇനി മുന്നോട്ട് വഴിയില്ല, പിന്നോട്ട് പോകാൻ വഴിയില്ല, എവിടെയും രക്ഷപ്പെടാൻ വഴിയില്ല. മൂസ അലൈഹിസ്സലാം ആ സമയത്ത് പറയണം കല്ല ഇന്ന മഅ റബ്ബി സയഹ്ദീൻ. കല്ല, അല്ല, അങ്ങനെയല്ല കാര്യം. ഇന്ന മഅ റബ്ബി, തീർച്ചയായും എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തരും. യാ സുബ്ഹാനല്ലാഹ്, ആ പ്രതിസന്ധി ഘട്ടത്തിൽ ആർക്കാണത് പറയാൻ സാധിക്കുക? മൂസ അലൈഹിസ്സലാമിനെ പോലെ, അള്ളാഹുവിൻ്റെ നബിമാരെ പോലെ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തവക്കുലിൻ്റെ അങ്ങേയറ്റം തവക്കുൽ, പരിപൂർണമായ തവക്കുലുള്ള, അള്ളാഹുവിലെ യഥാവിധി അവനെ തഅദീം ചെയ്തിട്ടുള്ള, അവൻ്റെ വലിപ്പം മനസ്സിലാക്കിയിട്ടുള്ളവർക്കല്ലാതെ പറയാൻ സാധ്യമല്ല. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുക, നബി അവർ താഴേക്ക് നോക്കിയാൽ നമ്മെ കാണും, അവരൊന്ന് തൻ്റെ കാലിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മെ കാണും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെയും ജീവനോടെയോ അല്ലെങ്കിൽ കൊന്നിട്ടോ കൊണ്ടുപോയി കൊടുത്താൽ 100 ഒട്ടകങ്ങളെയാണ് ഇനാം പ്രഖ്യാപിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മദന്നുക യാ അബൂബക്കർ ബിസ്നൈനില്ലാഹു സാലിസുഹുമ, 2 പേരെ കുറിച്ച് താങ്കൾ എന്ത് വിചാരിച്ചിരിക്കുന്നു? അവരുടെ കൂടെ 3-മനായി അള്ളാഹു ഉണ്ട്. ഇതാണ് അവർ അള്ളാഹുവിന് നൽകിയ മഹത്വം. അള്ളാഹുവിനെ കുറിച്ച് ഈ രൂപത്തിൽ അവർ മഹത്വം മനസ്സിലാക്കിയിരുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.